അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യലായിട്ടൊരു സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാനും ഫലൂദനേക്കാൾ നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇത് ഫലൂദൻ്റെ മാതിരി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഫ്താറിനായാലും അല്ലെങ്കിൽ ചൂടത്ത് കഴിക്കാനാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ചിങ്ങനെ സേമിയ ഇട്ടിങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സേമിയ വെന്ത് ഒടിഞ്ഞൊന്നും പോവരുത്. ഇതിപ്പോൾ ഇതാക്കണം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിത് ഒടിഞ്ഞൊന്നും പോയിട്ടില്ല. ഈ ഒരു രീതിയിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതാക്കണം, ഇത് നമ്മൾ 2 ബൗളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മൾ 2 ബൗളിലേക്കും ആക്കി മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു കളറിന് വേണ്ടിയിട്ട് മാംഗോയുടെയും അതുപോലെ തന്നെ പിസ്തയുടെയും ടൈഗറിൻ്റെ എസൻസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം നമ്മൾ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു നേന്ത്രപ്പഴം മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലൊക്കെ ഒരു 100 ഗ്രാം മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ചെറിയ ചൂടിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഈ ഒന്ന് ചൂടാക്കി എടുക്കണത് എന്താ വെച്ചാൽ, ചില ആൾക്കാർക്കൊന്നും ഈ ഒരു നേന്ത്രപ്പഴത്തിൻ്റെ ചുവ ഇഷ്ടം ഉണ്ടാവില്ല. ആ ഒരു ചുവ മാറാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നേന്ത്രപ്പഴം ഒരു പച്ചയിൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അപ്പം നമുക്ക് തോന്നിയല്ല ഇത് നേന്ത്രപ്പഴം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാക്കണത് നമ്മളിത് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതാക്കണത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതാക്കണ ഫ്രൂട്ട്സ് ആയിട്ട് ഇതൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത് പച്ചമുന്തിരി എടുത്തിട്ടുണ്ട്, മാങ്ങ എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആപ്പിളും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. നട്ട്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിടാം. നമ്മളിവിടെ അണ്ടിപ്പരിപ്പ് ബദാമുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും കൂടി ഒഴിച്ചെടുത്ത് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പോൾ നല്ല തണുപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പഴത്തിൻ്റെ മിക്സില്ല, അതിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസ് ഉണ്ടായിരുന്നു, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സേമിയല്ല 2 കളറ് മാംഗോ എസൻസും പിസ്ത എസൻസും ഇട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നങ്ങ് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ഫലൂദ വെല്ലുന്ന ടേസ്റ്റിലുള്ള ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാക്കുന്ന വലിയ 2 ഗ്ലാസ്സിലേക്കാണ് ഇത് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. നല്ല തണുപ്പോട് തന്നെ കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഐസ്ക്രീം ചേർത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഐസ്ക്രീം വേണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ നല്ല തണുപ്പോടെ തന്നെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇഫ്താറിനായാലും അല്ലെങ്കിൽ നല്ല ചൂട് കാലത്ത് കഴിക്കാനാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഞാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് അയച്ചു തരിക, കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോ വരുന്നതുവരേക്കും ബൈ.